ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ നോയമ്പെടുക്കുക അല്ലെങ്കിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ വചനങ്ങളുടെ ഒരു ബാക്കി ഭാഗമായിട്ട് കൂടി ഈ വചനത്തിലേക്ക് വരികയാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്കറിയാം, ഈശോയാണ് ദൈവവചനമാണ്. ദൈവവചനമാണ് ഈശോ. ദൈവവചനമാണ് ഈശോ. ദൈവപുത്രനാണ്. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ എഴുതിയെടുത്തോളുക. 16 പറയും, പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 1 യോഹന്നാൻ 3:8 പറയും, പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. തിരുവനന്തപുരത്ത് പറഞ്ഞു ഹല്ലേലൂയ. എല്ലാവരും ചേർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇവിടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതായത് ഈ 3 പ്രലോഭനങ്ങളിൽ പിശാച് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് കല്ലുകളോട് അപ്പമാകാൻ പറയാൻ ഈശോയോട് പറയുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ഈ കല്ലുകൾ, നിനക്ക് ചുറ്റുമുള്ള കല്ലുകൾ നിനക്ക് അപ്പമാക്കണം. നീ ദൈവത്തിനാണ്, നിനക്ക് അതിന്റെ ശക്തിയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പറയും, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടുമ്പോൾ പറയും, അപ്പൊ അതുകൊണ്ട് നിനക്ക് ഭൗതികമായി നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റും. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ വിശപ്പുകൾ, ഓരോ തരത്തിലുള്ള പേരിന്, പെരുമയ്ക്ക്, പ്രശസ്തിക്ക് വേണ്ടിയുള്ള ദാഹം തീർക്കാൻ വേണ്ടി നിന്നിലുള്ള ദൈവപുത്ര സ്ഥാനം, ദൈവപുത്രം എന്നുള്ള വലിയ കഴിവ്, വലിയ കൃപകളുണ്ടല്ലോ. ആ കൃപകൾ നീ ഭൗതിക നന്മയ്ക്ക് വേണ്ടി പേര് വേണ്ടി ഉപയോഗിക്കും. ഭക്ഷണം ഇപ്പൊ ഇല്ല, നീ ഇപ്പൊ 40 ദിവസമായിട്ട് നീ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇപ്പൊ നീ നിന്റെ മുമ്പിൽ കിടക്കുന്ന കല്ലുകളോട് നീ കൽപ്പിച്ചാൽ മതി, 100% അത് അപ്പമായിട്ട് മാറും. അത് നമുക്കറിയാം, ഈശോ 5 അപ്പോൾ 5000 പേർക്ക് വർദ്ധിപ്പിച്ചു. പക്ഷെ ഈശോ അത് ഒരിക്കലും ഈശോ തനിക്ക് വേണ്ടി, തൻ്റെ കിട്ടിയ കൃപകൾ ഒരിക്കലും തൻ്റെ മഹത്വത്തിന് വേണ്ടി ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഈശോ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവരാജ്യത്തിന്റെ നിത്യജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഈശോ ഉപയോഗിക്കുന്നത്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈശോയോട് മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ ആരാധന. രണ്ടാമത് ഉടനെ പിശാച് ഈശോയെ കൊണ്ട് കാണിക്കുന്നത്, പിന്നെ പിശാച് അവനെ ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു. പിശാച് അങ്ങനെ കഴിവുണ്ട് കേട്ടോ, ദർശന വരവുണ്ട്. അവന് ഈ ലോകം മുഴുവനെയും കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക, നമുക്ക് ഭയങ്കര വെളിപാടുകളൊക്കെ തരും. ഒരു ക്ഷണനേരം കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാം, അപ്പൊ നിനക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ പറയാണ്, ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന വിശ്വാസം, ദർശനങ്ങൾ, വെളിപാടുകളൊക്കെ കൊടുക്കുന്നു. ആണ് ചില മന്ത്രവാദികളൊക്കെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയും. ചില ബുദ്ധിജീവികളുണ്ട് ഭയങ്കരമായിട്ട്, നിനക്ക് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, നീ ഇങ്ങനെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഈശോയെ കുറിച്ച് തന്നെ ഈശോയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുക. അല്ല അതുപോലെ എന്ത് നമുക്ക് പറഞ്ഞു തരും. അപ്പം പിശാച് അവനോട് പറഞ്ഞു, ഒരു ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തു. അവിടെ ചിലപ്പോൾ ഇന്ന് കാണാൻ പറ്റും ചില ആളുകൾ ബ്ലാക്ക് മാസുകൾ, സൈറ്റൻ വർഷിപ്പുകൾ, ഓജോ ബോർഡ്, അല്ലെങ്കിൽ ചില ജ്യോതിഷത്തിന്റെ മേഖലകൾ, കൈനോട്ടം, രാഹുകാല, സമയനോട്ടം, മന്ത്രവാദികളുടെ കൂടോത്രവാദി. ഇപ്പൊ നമ്മുടെ ഇടയിൽ ചില ആളുകൾ തന്നെയുണ്ട് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുള്ളവരുണ്ട്. ചില പ്രത്യേകതരം കൗൺസിലേഴ്സ്. അപ്പോൾ അവർ എല്ലാം കാണിച്ചു കൊടുക്കും, ഭയങ്കരമായിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതെല്ലാം എപ്പോ കാണിച്ചു പിശാച്, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകും, ഈ ഭൂമിയിലെ സകലതും നിനക്ക് തരാം. നീ ചോദിക്കുന്ന ജോലി, നിനക്ക് ചോദിക്കുന്ന സ്ഥാനം, വീട്, സംഭവം ഒക്കെ തരാം, എന്ത് വേണം തരാം. നീ എന്നെ ഒന്ന് കുമ്പിട്ടാ നീ എനിക്ക് ഇതല്ലേ എന്നിട്ട് പറയാണ്, ഇങ്ങനെ വചനം പറഞ്ഞു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കും. ശരിക്കും ഇത് അവനിഷ്ടമുള്ളവർക്കാണ് അത് കൊടുക്കുന്നത്, അവനിഷ്ടമില്ലാത്തവർക്ക് കൊടുക്കും. പിശാചിന് ഇഷ്ടമുള്ളവർക്കാണ് ഈ ലോക സുഖങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്നതാണ്. നല്ല കഴിവുകളൊക്കെ, നല്ല ചിലപ്പോൾ പ്രത്യേക കഴിവുകളുണ്ട്, സിദ്ധികൾ കാണാൻ പറ്റുക. ചിലർക്ക് പാട്ടൊക്കെ പാടുന്ന കിട്ടി നമുക്ക് പേടിച്ചു. അതുപോലെ നല്ല ചില സ്പോർട്സ് മേഖലയിൽ കാണാൻ പറ്റും. ചില കഴിവുകൾ, എക്സ്ട്രാ ഓർഡിനറി ഇത് ബ്രില്യൻസ് കാണാൻ പറ്റും. ചില ബുദ്ധിജീവികളെ കാണാൻ പറ്റും. ഒരു എക്സ്ട്രാ ഓർഡിനറി ബുദ്ധിജീവികൾ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചില കഴിവുകൾ ലോകത്തുണ്ട്. അത് നോളജ് അല്ല, വിസ്ഡമൊന്നുമില്ല, ദൈവജ്ഞാൻ. പക്ഷെ ഇവരോട് ചോദിച്ചു, ഇത്രയും കഴിവുള്ളവരോട് ചോദിച്ചു, ദൈവത്തെ ആരാച്ച? അവൻ ദൈവത്തെ ഒന്നും അറിയത്തില്ല. ദൈവം ഉണ്ടെന്ന് ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കും, പിന്നെ എത്ര ഇഷ്ടമായിരിക്കും.
ഭയങ്കര ദൈവത്തിന്. പക്ഷെ ഇവന് ചില കഴിവ്, ചില മക്കളെ കാണിച്ചില്ല, ചിലർക്ക് ദർശനം ചില കാണാൻ പറ്റും, ഒരുപാട് കാണാൻ പറ്റും. ബുദ്ധിജീവികളും മനുഷ്യന്റെ മനസ്സുകളെയൊക്കെ റീഡ് ചെയ്യുന്ന മൈൻഡ് റീഡേഴ്സ് ഒക്കെ ഉണ്ട്. മൈൻഡ് റീഡിങ് പലരും ബുദ്ധി, അത് പൈശാചികത്തിലൊക്കെ ഉണ്ട്. ഇത്തരം ആളുകളുടെയൊക്കെ പോയി ഇത്തരം ചില വ്യൂസ് ഒക്കെ കാണുന്ന കാഴ്ചകളും വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് പിന്നെ ഭയങ്കര ബന്ധനം. സെക്സ് അഡിക്ഷന്, ഡ്രഗ് അഡിക്ഷന്, കുടുംബ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കും. ഒത്തിരിയേറെ കേസുകൾ എൻ്റെ അടുത്ത് പറയണം. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളും യുവാക്കളും മുതിർന്നവരൊക്കെ വലിയ ബുദ്ധിജീവികളാണ്. പക്ഷെ തലേക്ക് വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഭയങ്കര ബന്ധനം ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ഒരു ബ്രില്യൻസ്, ഭയങ്കര കഴിവാണ്. പക്ഷെ പ്രാർത്ഥനാ ജീവിത, വിശ്വാസം, ദൈവവിശ്വാസം, പള്ളിപ്പൊക്കെ, കുമ്പസാര, കുർബാനയോ ഈശോയോടൊന്നും വലിയ താല്പര്യം, വേറെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു പെർവേർട്ടഡ് ആയിട്ട് സ്പിരിച്വാലിറ്റിയാണ്. അതുപോലെ തന്നെ ഇത്തരം ആൾ ചില സെക്സ്വാലിറ്റി, ഗേ അഡിക്ഷൻസ്, ലെസ്ബിയൻ, ഗേ, ട്രാൻസ്, അങ്ങനെ ഒരുപാട് ചിന്തിക്കാത്തൊരു കുറ്റബോധങ്ങളുണ്ട്. പക്ഷെ ഇവരുടെ കഴിവുകളോ ഭയങ്കര എക്സ്ട്രാ ഉണ്ട്. കഴിവുകളൊക്കെയാണ് ഹ്യൂമൻ പവർ, അവരുടെ ഒരു ഭയങ്കര കഴിവുകൾ കാണാൻ പറ്റും. സൈറ്റം കൊടുക്കുന്ന കഴിവുകൾ കൊടുക്കുന്ന ആൾക്കാരാണ്. രണ്ട് കര കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, പറ്റുള്ള യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബട്ട് നമുക്ക് ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ, ഈ ആൾക്ക് ഈ കഴിവ് കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ അതോ ദുഷ്ടാരൂപികളാണോ ഈ കഴിവ്? അല്ലെങ്കിൽ ചില ഈ സിനിമാ നടന്മാരൊക്കെ ലോകത്തിന് അവരുടെ കർമ്മ, അവർ ചില പരിപാടിക്ക് പോകുന്ന ചില ഐഡൽസിനെ ഐഡൽട്ട് ഭയങ്കര ചില വർഷിപ്പുകൾ നടത്തും, ചില ആരാധന, പൈശാചി പൂജകളൊക്കെ ദിവസങ്ങളോളം നടത്തും, ഭയങ്കര പൂജകളും കർമ്മകളൊക്കെ നടത്തും. അപ്പോഴാണ് ഇവർക്ക് ഈ കഴിവ് കൂടുതലായിട്ട് കിട്ടുക. അത്തരം ആളുകളുടെ സംഭവങ്ങൾ കാണുക വഴി കണ്ട് അതിൽ അഡിക്റ്റായി പോകണം. ആളുകളൊന്ന് അഡിക്റ്റായി പോകും. ചില ഹൊറർ ഫീലിംഗ് ഒക്കെ നടക്കണം. ഇനി വെസ്റ്റേൺ വേൾഡ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ കാണാൻ പറ്റും ചില ആളുകൾ ദേഹത്ത് ഇവർ ചില ഉപയോഗിക്കുന്ന ചില ടാറ്റൂസ് തന്നെ, സൈറ്റൻ വർഷിപ്പിന്റെ ഒരുപാട് ടാറ്റൂസ് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഇവർ ഭയങ്കര കഴിവുകളുണ്ട്, എക്സ്ട്രാ ബ്രില്യൻസ്, ഭയങ്കര കഴിവാണ്. പഠിത്തു പോയാൽ മാർക്കൊക്കെ ഭയങ്കര ഓർമ്മശക്തിയൊക്കെയാണ്, ഫുൾ മാർക്കൊക്കെ മേടിക്കുക. അപ്പൊ നമ്മളൊക്കെ ദൈവാനുഗ്രഹമല്ല, പൈശാചികം, ഇവരൊന്നും ഇല്ല, ഇതേ ഉള്ളിൽ വേറൊന്നും ഇല്ല. അപ്പൊ ഇത് സ്പിരിറ്റ് പ്രവർത്തനം. അപ്പൊ ഇത് പൈശാചിക ശക്തി ഇത്തരം കഴിവുകൾ കൊടുക്കും എന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസം അവനോട് പറഞ്ഞു, ഈശോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ. നിങ്ങൾ കണ്ടില്ലേ, പള്ളി പൊക്കില്ല, പ്രാർത്ഥനയ്ക്ക് പുസ്തകം, പക്ഷെ വിശ്വാസങ്ങൾ വളരുന്നത് കാണാൻ പറ്റും. ഭയങ്കര സംഭവം കൂടുതൽ കാണാൻ, എല്ലാ റിച്ച്നെസ്സും കൂടുതൽ കാണാൻ പറ്റും, കഴിവ് കൂടുതൽ കാണാൻ പറ്റും. പക്ഷെ ഇവനോട് കൂടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, അവളുടെ കൂടെ വേറെ ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല. അറിയാതെ പോലെ ഒരു സ്വർഗസ്ഥാനത പോലും ചെല്ലത്തില്ല. പ്രാർത്ഥനയോ ബൈബിൾ ഒന്നും അവർക്ക് പറ്റത്തില്ല. ഇമ്പോസിബിൾ ഫോർ ദം ടു റീഡ് ബൈബിൾ ഓർ ടു പ്രേ ഫോർ സം ടൈം. ഒരു ഹോളി റോസറി ഒക്കെ ചെല്ലാൻ നമുക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല. രണ്ട് കരപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും എനിക്കറിയാം, ഈ ചില ഒരാളെ ഒരു കുടുംബം, അവന് ബൈബിളൊക്കെ വലിച്ചു കീറിക്കളയും, അവന് കുരിശിലുമൊക്കെ ഒട്ടിച്ചു കളയും. കഴിവുകൾ വെച്ചാണ്, മണ്ടുക്കനാണ്, നല്ല കഴിവാണ്, ഫിഷില്ല. പക്ഷെ കഴിവ് സ്പിരിറ്റ് ഡെമോണിക്ക. നല്ല കൃപ നമുക്ക്, പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ ഒന്ന് ബന്ധിച്ചു വിട്ടാൽ മതി, ആ സ്പിരിറ്റ് അങ്ങ് പോകും. പോയാലും അവന്റെ ജീവിതം, അവന്റെ ആത്മാവ് രക്ഷപ്പെടുള്ളൂ. ഈ കഴിവുകൊണ്ട് അവന്റെ ആത്മാവ് രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. ഇവനിക്ക് കാശൊക്കെ ഉണ്ടാക്കും, പേരും പ്രശസ്തി ഉണ്ടാക്കും. പക്ഷെ അവന്റെ ആത്മാവിനെ മുഴുവൻ തിന്നെങ്കിൽ 10 പ്രമാണം ലംഘിച്ചാണ് അവൻ ജീവിക്കുന്നത്. ഇങ്ങനെയാണ് അനുഗ്രഹിച്ച് ഒരുപാട് അടയാളങ്ങൾക്ക് ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ബന്ധനം അടിഞ്ഞു കഴിയുമ്പോൾ അവരിലുണ്ടാകുന്ന ചേഞ്ചസിനെ ശ്രദ്ധിച്ചു. വലിയ അത്ഭുതകരമായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു, എന്തൊരു മാറ്റമായിട്ടുണ്ടാകും. വിശ്വാസം അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിന്ന് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം എന്നെ ആരാധിക്കണം, ഇവനെ ആരാധിക്കണം, ഈ പിശാചിനെ ആരാധിക്കണം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ ആരാധിക്കണം. ശരിക്കും ആദത്തെ ഹവ്വായെ പർദീസായത് പുറത്താക്കാൻ തന്നെ കാരണം
ഈ ആദവും ഹവ്വയും പിതാവായ സത്യദൈവത്തെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, കൂടെ നടക്കുന്നു. അത് കണ്ടിട്ട് അസൂയപ്പെടുന്ന വിശ്വാസം. അതാണല്ലോ ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം പറയും, ദൈവം മനുഷ്യനെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, തന്നെ അനന്ത സാദൃശ്യത്തെ പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. അവന്റെ മക്കൾ, അവന്റെ ആളുകൾ അത് അനുഭവിക്കുന്നു. പിശാചിന്റെ മക്കൾ അവൻ അസൂയ, ജലസി, ഭയങ്കര ജലസിയാണ്. ഏറ്റവും കൂടി ഭൂമിയിൽ പിശാച് അസൂയപ്പെടുന്ന അതിനോട് ദൈവത്തെ ആരാധിക്കും. അവിടാണ് ഈ വിശുദ്ധരുടെ ചരിത്രം പഠിച്ച് ഏറ്റവും കൂടി പിശാചിന്റെ പീഡനം, പ്രലോഭനം ഉണ്ടായിട്ടുള്ളത് വിശുദ്ധർക്കാണ് ഉണ്ടായത്. ഏറ്റവും അവര് സത്യദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ, ഈശോയെ ആരാധിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര അസൂയം. അപ്പോൾ അവനാ സത്യദൈവത്തിന് ഈശോ മിശിഹായുടെ നാമത്തെ ഉയർത്തി നിർത്തുന്ന ആളുകളോട് ഭയങ്കര അസൂയം. അതുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് അവരെ പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും, ദുഷ്ടാനുകളെ ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. 2 കരമടുത്ത് ഹല്ലേലൂയ, സുവിശേഷം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് സൂചിച്ചേ അല്പം കൂടെ സൂചിച്ചേ ഉച്ചത്തിൽ ഉച്ചത്തിൽ അടിച്ച് ഉച്ചത്തിൽ നന്നായി അടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മതത്തിൽ വരികയാണ് 7-ാമത്തെ വരണം. നീ എന്നെ ആരാധിച്ചല്ലേ എന്നൊക്കെ തരാം, നിന്റേതാണ്. അവിടെ ഇവരുടെ മുമ്പിൽ കുമ്പിടണം. അത് ചില ബുദ്ധിജീവികളുണ്ട്, ഫിലോസഫികള്, തത്വശാസ്ത്രം, പ്രത്യയശാസ്ത്രം, അവരെ ഒന്ന് കുമ്പിട്ടാൽ മതി. അവരെന്നെ വളരെ സ്ഥാനമാനം തരും, ജോലി തരും, നമുക്ക് എന്തും തരും, എന്തും കിട്ടും, ഒരു പ്രശ്നമല്ല. പക്ഷെ നേരെ മറിച്ച് ഈശോ ആരാധിക്കുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നവരാണ് പലപ്പോഴും ഇവന് ഭയങ്കര അസ്വസ്ഥത. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആരും. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന പല സഹോദരങ്ങളുടെയും കുടുംബത്തിൽ അവരെ എല്ലാവരും ഒറ്റപ്പെടുന്ന കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികളെല്ലാം ഒറ്റപ്പെടുത്തും. അപ്പൊ നിങ്ങൾ പേടിക്കല്ല വേണ്ടത്, നിങ്ങൾക്ക് അഭിഷേകമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത്. അതിനകത്ത് പറയുന്ന പോലെ ഈ തിമോത്തിസ് ലേഖനത്തിന്റെ 2 തിമോത്തി 3:12-14 പറയുന്ന പോലെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ശബ്ദമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്ന കാണാൻ പറ്റും. ശബ്ദമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തി 3:12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്ടുകാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. ദുഷ്ടരും കപടനാട്ടുകാരും അടിക്കടി അധപ്പതിക്കും. എങ്ങനെയാണ് അധപ്പതിക്കുന്നത്? വഞ്ചിച്ചും അവരങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കപ്പെടും. അവർ പരസ്പരം വഞ്ചിക്കും, പരസ്പരം എല്ലാം ചതിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ദുഷ്ടരും കപടനാട്ടുകാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. 2 കരമടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം വായിക്കുകയാണ്. 8-ാമത്തെ വചനം പറയാണ് ഈ മത്തായിയുടെ സുവിശേഷം 4:8. യേശു മറുപടി പറയുന്ന ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാല് കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. സർവ്വത പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ അതോട് അവിടെ വെച്ച് അവന് ദേവാലയത്തിന് അപ്പൊ അവന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറയാം. ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ ചാടോട്ടങ്ങ് ചാടണം. ചാടുമ്പോൾ നിന്റെ കാലുകളൊക്കെ നീ താഴെ വീട്. കാരണം നീ ദൈവത്തിനാണ്, നീ പേടിക്കുന്നുണ്ട്. ദൈവം മിറക്കിളങ്ങ് കാണിച്ചാൽ മതി. ഈ ലോകത്തുള്ള ആളുകളെല്ലാം വന്ന് നിന്റെ ചുറ്റും കൊടുക്കും. നീ ദൈവം അങ്ങ് ദൈവത്തിന് അംഗീകരിച്ചു. ഇതൊക്കെ ദൈവമാണെന്ന് കാണിക്കാൻ നീ ചില അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതം പലപ്പോഴും തിരുസഭ ലോകത്തിൽ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ കുറവായതുകൊണ്ട്. അത്ഭുതങ്ങൾ കുറവാണ്. ചിലപ്പോൾ നോക്കുമ്പോൾ അത്ഭുതങ്ങൾ കുറവായതുകൊണ്ട് സഭ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ പരിശുദ്ധ കുർബാനിൽ ഈശോ കാണുന്നില്ല, അല്ലെ അത് കാണുന്നില്ല, അടയാളം കാണാൻ, അത്ഭുതം കാണുന്നില്ല. അത്ഭുതങ്ങൾ കാണിക്കുന്നവരുടെ പിന്നാലെ ആളുകൾ ഓടും. അത് വലിയ അപകടം പിടിച്ച സംഭവം. 2 കടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊടുത്ത് യേശുവെന്ന് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെന്ന് വിളിച്ച് ഹല്ലേലൂയ. അപ്പൊ അവൻ ഈശോട് പറയാ, നീ താഴോട്ട് ചാട്, മാലാഖമാരാണ് വചനമൊക്കെ. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും കൃത്യമായിട്ട് വചനം അറിയാവുന്ന പിശാചിനെ. പ്രിസലോഷ് നമ്മളെല്ലാ ദിവസവും തന്റെ സങ്കീർത്തനം 91 ഇരുന്നാലും അവനും ചെല്ലുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിസലോഷ് കാരണം നമ്മുടെ വചനം പറയുന്നത് നിന്റെ പാദങ്ങൾ
നിന്റെ അല്ലേ കൈകൾ താങ്ങിക്കൊള്ളൂ. അപ്പൊ വചനം അവനെന്നും വായിക്കുന്നു, അവനും പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നന്നായിട്ടറിയാം, വചനം അറിയാം. അപ്പൊ വചനം വെച്ചുകൊണ്ട് തന്നെയാണ് അവനും വരുന്നത്. ഈശോ വചനമായി ഈശോ വരുമ്പോൾ ആ ഈശോയോട് നേരിടാൻ വേണ്ടി അവനും വചനമായിട്ട് വരുന്ന കാണാൻ പറ്റും. അവന്റെ കണ്ണിങ്ങാണ്.